നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കടന്നുവരൂ, ജയിലിൽ കിടക്കൂ, ലക്ഷങ്ങൾ സമ്പാദിക്കൂ, ഒപ്പം തന്നെ ചിക്കനും മട്ടനും ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഭക്ഷണവും ചികിത്സയും താമസവും ഒക്കെ സൗജന്യം. കേരളത്തിൽ ഇനി ഇങ്ങനെ ഒരു പരസ്യവാചകം ഉയർന്നു കേട്ടാൽ നമുക്കതിനെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. കാരണം അമ്മാതിരി ഒരു പ്രോത്സാഹനമാണ് ജയിലിൽ കിടക്കുവാൻ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒടുവിലത്തെ ഒരു തീരുമാനം 660 രൂപയാണ് ഒരു ദിവസ മിനിമം വേതനമായി ജയിൽ പുള്ളികൾക്ക് സർക്കാർ അനുവദിച്ചത്. 7 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സർക്കാർ അവകാശപ്പെടുന്നത് ഇക്കാര്യത്തിൽ കേരളം നമ്പർ 1 ആകണം എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും കുറ്റവാളികൾക്ക്, ജയിൽ പുള്ളികൾക്ക് അവരെ കൃത്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കണം, ശരിയായ മാർഗത്തിലൂടെ അവരെ കൊണ്ടുവരണം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇപ്പുറത്ത് ജയിലിന് പുറത്ത് അന്നു വേണ്ട അപ്പത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ മുമ്പിൽ യാചിക്കുന്ന ആയിരങ്ങൾ ഉണ്ട്. അവരെ കാണാതെ എന്തുകൊണ്ടാണ് ഈ ജയിലിൽ കിടക്കുന്ന ഈ ഗോവിന്ദചാമിയെ പോലെയുള്ള കൊടും കുറ്റവാളികൾക്ക് ഇത്തരത്തിൽ ദിവസ മിനിമം വേതനം 620 രൂപ? നമുക്കറിയാം, ഒരു ബിടെക് ഒക്കെ പഠിച്ച് ഒരു ഫ്രഷറായിട്ടൊരു IT കമ്പനിയിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലി മേഖലയിലൊക്കെ ജോലി അന്വേഷിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് പോലും സ്റ്റാർട്ടിംഗ് സാലറി ഇത്രയും കിട്ടത്തില്ല എന്നതാണ് മറ്റൊരു വിരോധാഭാസം. അധ്യാപകർ ഉൾപ്പെടെ, ആശാ വർക്കർമാർ ഉൾപ്പെടെ നിരവധി പേരുടെ കണ്ണീരാണ് കേരളത്തിൽ വീണുകൊണ്ടിരിക്കുന്നത് അന്ന് ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടി. അവർ ചോദിക്കുന്നത് ലക്ഷങ്ങൾ വേണമെന്നോ കോടികൾ വേണമെന്നോ അല്ല, ജീവിക്കാനുള്ള ആ ഒരു മിനിമം വേതനം അവർക്ക് വേണമെന്നാണ്. പക്ഷേ അന്ന് സർക്കാർ പല തൊടുന്യായങ്ങളും പറയുന്നു. പക്ഷേ ജയിൽ പുള്ളികളുടെ കാര്യത്തിൽ ആ ന്യായങ്ങളില്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സജു വട്ടകളത്തിൽ, ഒപ്പം തന്നെ ആശാ വർക്കർ ശ്രീമതി റോസമ്മ, ഒപ്പം അധ്യാപകൻ കൂടിയായിട്ടുള്ള ബിബിൻ ചാമക്കാലയിൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ ശ്രീ ബിബിനിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് പോകാൻ ഒരു ധൃതിയുണ്ട്, അതുകൊണ്ട് ബിബിനിലേക്ക് തന്നെ വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ കലോത്സവ നഗരിയായിട്ടുള്ള തൃശ്ശൂരിൽ അധ്യാപകർ പട്ടിണി കഞ്ഞി സമരമൊക്കെ ഇന്ന് നടത്തുന്നു. വലിയ രീതിയിലുള്ള ഒരു സമരമാർഗത്തിലൂടെ അധ്യാപകർ കടന്നു പോകുന്നു. ഭിന്നശേഷി സംവരണത്തിന്റെ മറവിൽ ഈ പറയുന്ന പോലെ മിനിമം വേതനം പോയിട്ട് നയാ പൈസ പോലും ഈ ഭാവി തലമുറയെ കെട്ടിപ്പടുത്തുന്ന അധ്യാപകർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. ഇങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സാഹചര്യത്തിലാണ്, ആ സമയത്താണ് ജയിൽ പുള്ളികൾക്ക് ഈ 620 രൂപയൊക്കെ ദിവസ വേതനമാക്കി ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ സമരം ചെയ്യുന്ന അധ്യാപകരുടെ മുഖത്തേക്ക് ഒരു കാർക്കിച്ച് തുപ്പുന്ന രീതിയിലുള്ള ഒരു സമീപനമല്ലേ, അല്ലെങ്കിൽ ഒരു തീരുമാനമല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? അധ്യാപക സമൂഹം ഈ ഒരു തീരുമാനത്തെ, പ്രത്യേകിച്ച് സമരം ചെയ്യുന്ന അധ്യാപക സമൂഹം ഈ തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ശ്രീ ബിബിൻ ചാമക്കാലേ. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരും നമ്മുടെ ബാക്കി എല്ലാ വകുപ്പുകളും അധ്യാപകരുടെ മേൽ കാർക്കിച്ച് തുപ്പുകയല്ല, അവരുടെ നെഞ്ചിലേക്ക് ഒരു കാഠിന്യമേറിയ കടാര കൊണ്ട് കുത്തിയിറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരാളുടെ നേരെയല്ല, 16,000-ഓളം അധ്യാപകരുടെ നേരെയാണ്. അപ്പൊ അധ്യാപകർ മാത്രമല്ല നമ്മുടെ സമൂഹത്തില് സർക്കാരിന്റെ വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാരുടെ കാര്യമാണ് ഏറ്റവും ഭീകരമായിട്ട് നമുക്ക് പറയാനുള്ളത്. അധ്യാപകരും അതുപോലെ തന്നെ. ആശാവർക്കർമാരൊക്കെ നമ്മുടെ സമൂഹത്തിന് എത്രയോ നന്മ ഉതകുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ സേവനങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ തന്നെ, ദൈനംദിന കാര്യങ്ങൾ തന്നെ മുൻപോട്ട് പോകുന്നത്. അവർ നമ്മളുടെ വീടുകളിലുമൊക്കെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് വരുന്നത്. അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വേതനമാണ് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. അവർ വളരെയധികം കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്തും തലസ്ഥാന നഗരിയിലും സെക്രട്ടേറിയറ്റ് കവാടത്തിലും ഒക്കെ അവർ പട്ടിണി സമരം ചെയ്തു. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ അവർ യാചനാ സമരം ചെയ്തു. സർക്കാർ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അതിനോട് മുഖം തിരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അവർ സമരം ചെയ്തു, പക്ഷേ അവർക്ക് അവഗണന നേരിട്ടു. അതുപോലെ തന്നെയാണ് അധ്യാപകരുടെ കാര്യത്തിലും പറയുവാനുള്ളത്. ഭിന്നശേഷി പ്രശ്നം എന്ന മറവില് 16,000-ലധികം അധ്യാപകർക്ക് കിട്ടേണ്ട മാസാമാസമുള്ള ശമ്പളം സർക്കാർ അവിടെ മുടക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി സർക്കാരിന് ഭീമമായ കോടികളുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. പാവപ്പെട്ടവന്റെ പട്ടിണി കഞ്ഞിയിൽ കൈയിട്ട് വാരിയിട്ട് വേണമോ ക്ഷേമപരമായ സർക്കാർ, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി ധാരാളം സമരങ്ങൾ നയിച്ചിട്ടുള്ള ഈ സർക്കാരിന് അവരുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട്? നമ്മളെല്ലാവരും വളരെയധികം ഞെട്ടലോട് കേട്ട ഒരു വാർത്തയായിരുന്നു ജയിലിലെ അന്തേവാസികളുടെ ശമ്പളം കൂട്ടി എന്നുള്ളത്. അത് നിസ്സാര കൂട്ടലായിരുന്നില്ല. നമുക്കൊന്ന് അതിവിദഗ്ധമായിട്ട് കീറി മുറിച്ച് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വിദഗ്ധ തൊഴിലാളിക്ക് 168 രൂപയിൽ നിന്ന് 620 രൂപയാണ്. അതായത് ഏറ്റവും വൈദഗ്ധ്യമുള്ളവന്, സ്കിൽഡ് ലേബറിന് 168-ൽ നിന്ന് 620 രൂപ. അർദ്ധ വിദഗ്ധന്, അതായത് സ്കിൽഡ് ലേബറിൽ പകുതി മാത്രം കഴിവുള്ളവന് 560 രൂപ. എനിക്ക് തോന്നുന്നത് 63-ൽ നിന്നാണ് 560. ഏകദേശം 10%, 10 ഇരട്ടിയോളം
അവിടെ വർധനവ് ഉണ്ടായി. അതോടൊപ്പം തന്നെ യാതൊരു വിദഗ്ധനുമല്ലാത്തവര്, യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്തവന് 530 രൂപ. ഒന്ന് ഓർത്ത് നോക്കുക എത്രത്തോളം ഭീകരമാണ് നമ്മളുടെ നാട് എന്ന് നമ്മൾ ഒന്ന് ഓർത്ത് നോക്കേണ്ടതുണ്ട്. 2018 ശേഷമാണ് ഇപ്പോഴാണ് ശമ്പളം പുതുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ 2018 വരെ ഇവര് യഥാർത്ഥത്തിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവര് എവിടെയെങ്കിലും സമരം ചെയ്തു, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും രീതിയിൽ പ്രക്ഷോഭം ചെയ്തു, നിരാഹാരം ചെയ്തു, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വേതനം വർദ്ധിച്ചത്? ഒന്ന് ഓർത്തു നോക്കുക. ഒരു മാസം ഒരു സ്കിൽഡ് ലേബർ ഈ ജയിലിൽ കിടന്ന്, അവന്റെ യോഗ്യതകളെ കുറിച്ച് ഞാൻ അടുത്ത് സംസാരിക്കാം, അവൻ വർക്ക് ചെയ്താൽ അവൻ ഏകദേശം 16,000 രൂപയാണ് കിട്ടുന്നത്. ഒരു വർഷം അവന് ഏകദേശം നല്ല തുക. 10 വർഷമാണ് അവൻ, 14 വർഷമാണല്ലോ ജീവപര്യന്തം എന്ന് വന്നത്. 10 വർഷം ജയിലിൽ കിടന്നാൽ അവൻ ഏകദേശം 18 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഒരു സഹോദരൻ ഗൾഫിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും രാജ്യങ്ങളിൽ കൂടി പോയവന് 50,000 40,000 രൂപ കിട്ടും. അവന്റെ താമസവും ഭക്ഷണവും കഴിഞ്ഞ് അവൻ എന്താണ് മിച്ചം പിടിക്കാനുള്ളത്? അവന് നല്ലൊരു പനി വന്നാൽ, നല്ലൊരു അസുഖം വന്നാൽ ആ ശമ്പളം മുഴുവൻ തീരാവുന്നേ ഉള്ളൂ. ഇവിടെ നോക്കുക എന്തുമാത്രം സൗകര്യങ്ങളാണ്. താമസം കൊടുക്കണ്ട, ഭക്ഷണം എന്ന് പറഞ്ഞാലോ നമ്മുടെ ഉച്ചക്കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കഴിഞ്ഞും ശക്തമായ നല്ല പോഷകാഹാരമാണ് ജയിലിലെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2 തവണ മട്ടൻ കറി, ചിക്കൻ കറി, ഉപ്പുമാവ്. കഴിഞ്ഞാടെ നമ്മള് ജയിലിലെ മെനുകളുടെ ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിലെ മെനു ആണോ എന്ന് പോലും നമ്മൾ അന്തം വിട്ട് നോക്കി നിന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളില് ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന കുഞ്ഞുമക്കൾക്ക് കഞ്ഞിയിൽ നിന്നും പയറിൽ നിന്നും മോക്ഷം ലഭിച്ച്, അല്പം പ്രൊമോഷൻ ലഭിച്ച് മുട്ടയിൽ നിന്നും സാമ്പാറും വരെയായിട്ട് അധികകാലമായില്ല. അപ്പോഴാണ് പിടിച്ചുപറി, കത്തിക്കുത്തും, കൊലപാതകവും ബലാത്സംഗവും ചെയ്ത ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർക്ക് സർക്കാർ ഇത്രയും അതിഭീമമായിട്ടുള്ള തുക കൊടുക്കുന്നത്. ഇവന്റെ യോഗ്യത എന്താണ്? ഒരു ബിടെക് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് നമ്മുടെ നാട്ടില് അങ്ങേയറ്റം പോയ 15,000 12,000 രൂപയാണ് കിട്ടുന്നത്. 10ാം ക്ലാസ് കുസ്തിയിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത ഇവനൊക്കെ കൊടുക്കുന്നത് മാസം 10 വർഷം ജയിലിൽ കിടന്ന 18 ലക്ഷം രൂപയുമായിട്ടാണ് ഇങ്ങോട്ട് അവൻ വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു യുവാവ് എനിക്ക് ബിടെക്കിന് പോകണ്ട, എനിക്ക് വൈരാഗ്യമുള്ളവന്റെ ഒരുത്തെ കുത്തിക്കൊന്നിട്ട് ജയിലിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അത്ഭുതം പെടാനൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആവശ്യമില്ല. നേരെ ആൾക്കാരെ ജയിലിലേക്ക് റിക്രൂട്ട് ചെയ്ത് വിട്ടാൽ മതി. ജയിലിലേക്ക് ഇപ്പം ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ് തൊഴിലാളികൾക്ക്, ജയിലിലെ ആൾക്കാർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നു, അവരെ കൊണ്ട് സിനിമ എടുക്കുന്നു, അവരെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കഴിഞ്ഞും സ്വർഗം എന്ന് പറയുന്നത് ജയിലാണെന്നാണ് തോന്നുന്നത്. ജയിലിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ പോഷകാഹാരം നിറഞ്ഞ ഫുഡാണ് അവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക എത്രത്തോളം അധപതിച്ചു നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. അധ്യാപകർക്ക് ശമ്പളമില്ല, നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് ശമ്പളമില്ല. ആശാവർക്കന്മാരോട് അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനമാണ് ഈ സർക്കാരും ഇവിടുത്തെ ഭരണകൂടവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്ത് ഉപകാരമാണ് ഈ ജയിൽ പുള്ളികൾ നമുക്ക് ചെയ്തിട്ടുള്ളത്? അടുത്തിടെ ഈ സർക്കാരിനെയും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയെയും ഒക്കെ അനുകൂലിക്കുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് എന്റെ ഹൃദയം തകർന്നുപോയി. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്, വളരെയധികം മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തത്. ജയിൽ പുള്ളികളും മനുഷ്യരാണ്, അവർക്കും മജ്ജയും മാംസവും ഉള്ളവരാണ്, അവർക്കും തീർച്ചയായിട്ടും ശമ്പള വർധനവും വേണമെന്ന്. ഞങ്ങളുടെയൊക്കെ ഇറച്ചി പിന്നെ മാറിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചിയാണല്ലോ. ഞങ്ങളുടെയൊക്കെ ഇറച്ചി അല്ലെങ്കിൽ മജ്ജയും മാംസവും ഫ്രീസറിൽ വെച്ച് ഉണക്കിയ മജ്ജയും മാംസവും ആണല്ലോ. നാണമില്ലേ ഇവർക്ക് ഇതുപോലുള്ള ഇത്തരം വില കുറഞ്ഞ തരം താഴ്ന്ന പ്രസ്താവനകളുമായിട്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടി? എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയെ അനുകൂലിക്കാനും നമ്മുടെ നാട്ടില് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഞാനത് ചോദിച്ചോട്ടെ, ഈ പാവപ്പെട്ട അധ്യാപകർക്ക് അവർക്ക് കൂട്ടിക്കൊടുക്കാനോ കുറച്ചു കൊടുക്കാനോ ഒന്നും പറയുന്നില്ല. അവർക്ക് അർഹമായ തടഞ്ഞു വെച്ചിരിക്കുന്ന ശമ്പളം കൊടുത്താൽ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടും. കഷ്ടപ്പെട്ട് ബിഎഡും ഡിഗ്രിയും PGയും സർക്കാർ അനുശാസിച്ചിരിക്കുന്ന കേട്ടറ്റ് പോലുള്ള എല്ലാ മത്സര പരീക്ഷകളും പ്രവേശന പരീക്ഷകളും കഷ്ടപ്പെട്ട് പാസ്സായിട്ട് ഇരിക്കുന്ന അധ്യാപകനെ ഇപ്പോൾ കിട്ടുന്നത് വട്ടപൂജ്യം. CBSE സ്കൂളിൽ പണിയെടുക്കുന്നവർക്കും അങ്ങേയറ്റം പോലെ ഒരു 15,000 രൂപ കിട്ടും. ഞാൻ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, യാതൊരു സംസ്കാരവും ഇല്ലാത്ത, കുടുംബത്ത് പോലും കയറ്റാൻ കൊള്ളാത്ത, ആ കൂട്ടത്തിൽ നിരപരാധികളായിട്ടുള്ള ജയിൽ പുള്ളികൾ ഉണ്ടായിരിക്കാം, അവരോട് ഞാൻ ക്ഷമയിക്കുന്നു. എന്നാലും ഭൂരിഭാഗം പേരും തെറ്റ് ചെയ്തവർ തന്നെയാണ്. ഇവരെയൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ നമ്മുടെ നാട്ടിൽ നാളെ പിടിച്ചുപറിയും ബലാത്സംഗവും എല്ലാം വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിന് വളം വെച്ച് കൊടുക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത്. വിദ്യാഭ്യാസമുള്ളവന് പുല്ലുവില. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ യുവജനങ്ങൾക്ക് നിൽക്കാൻ തോന്നും? ഇതുകൊണ്ടൊക്കെയല്ലേ കേരളത്തെ വെറുത്ത് യുവജനങ്ങൾ അന്യനാടുകളിലേക്ക് പോകുന്നത്? ഈ സംസ്ഥാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നും പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങൾ അടുത്തിടെയായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് ഇല്ല. ഇന്ന് കലോത്സവ വേദിയിൽ
നമ്മുടെ തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് പാവപ്പെട്ട അധ്യാപകരുടെ പട്ടിണി സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ധാരാളം അധ്യാപകർ ഒന്ന് ഓർത്തു നോക്കുക, വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള അധ്യാപകർ ശമ്പളത്തിന്റെ കാര്യത്തിൽ അതിദരിദ്രരായിട്ട് മാറിയിട്ടുള്ള അധ്യാപകർ അവിടെ പട്ടിണി സമരം നേരിടുകയാണ്. അവർ സർക്കാരിനോട് യാചിക്കുകയാണ്, തടഞ്ഞു വെച്ച ഞങ്ങളുടെ ശമ്പളം തരൂ, ഞങ്ങൾക്ക് അർഹമായ തരുമെന്ന്. പാവപ്പെട്ട ആശാവർക്കർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ കേവല തുച്ഛ ശമ്പളം കൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. സർക്കാരിൽ നിന്ന് കിട്ടുന്നത് 7,000, 8,000, 9,000 രൂപയൊക്കെയാണ്. ആ സർക്കാർ അനുശാസിച്ചിരിക്കുന്ന ജോലി ചെയ്യുവാൻ ഞങ്ങൾക്ക് 10,000-2,000 രൂപ ചെലവുണ്ട്. ഇത് ജോലിയായിട്ടുള്ള സാമൂഹിക സേവനമായിട്ടും കൂടിയാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട റോസമ്മ ചേച്ചിയെ പോലുള്ള ആശാ വർക്കർമാർ എടുക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അർഹമായ ശമ്പളം കൊടുക്കാതെ സർക്കാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇതിനെതിരെ നമ്മളുടെ മനസാക്ഷി ഉണരുക തന്നെ വേണം. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം നാട് നീളെ ഉണരുക തന്നെ വേണം. നമ്മളുടെയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെയൊക്കെ പ്രതിഷേധം വോട്ടിന്റെ രൂപത്തിൽ പ്രതിഫലിക്കുക തന്നെ വേണം. ഓക്കെ, യെസ്, വ്യക്തമാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ സ്വരം തന്നെയാണ് നമ്മൾ കേട്ടത് ഈ ഒരു ഘട്ടത്തിൽ. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനിലേക്ക് വരികയാണ്. സജു അച്ഛൻ, നമുക്ക് അറിയാം, നമ്മൾ വിദേശങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ തൊഴിൽ തേടി ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ജയിലുകളിലേക്ക് തൊഴിൽ തേടി നമ്മുടെ യുവാക്കളൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറ്റപ്പെടാനുള്ള ഒരു സാധ്യതയില്ലേ? അമ്മാതിരി ഒരു പ്രോത്സാഹനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ജോർജ്, ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ വളരെയേറെ അസ്വസ്ഥത തോന്നിയ ഒരു വാർത്തയാണ്. നമുക്ക് കേരളത്തിൽ വരുന്ന വാർത്തകളിൽ എല്ലാ വാർത്ത തന്നെ വളരെയേറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഞാൻ ഇന്നലെ ഒരു അഭിവന്ദ്യ പിതാവിനോട് സംസാരിക്കുന്ന സമയത്ത് പിതാവ് ഇങ്ങനെ ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലേ? ഈ അനീതി ഒന്ന് ചൂണ്ടിക്കാണിക്കാനോ ഇതിനെ ഒന്ന് പൊതുജന മധ്യത്തെ തുറന്നു കാണിക്കാനോ ആരുമില്ലേ എന്ന് ഇന്നലെ രാത്രിയിൽ ഏതാണ്ട് ഈ സമയത്താണ് അഭിവന്ദ്യ പിതാവ്, വേറെ ആരുമല്ല, പാലക്കാട് രൂപതയുടെ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലാണ് ഈ കാര്യം ചോദിച്ചത്. അപ്പോ ഞാൻ അന്നേരം പിതാവിനോട് ഒരു സ്കൂളിലെ പ്രോഗ്രാമിന് വളരെ ഇതോടുകൂടി പറഞ്ഞു, മിക്കവാറും ഷെക്കീന ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ നടത്തുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ ഈ വിഷയത്തെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിയതിന്റെ പേരിൽ ഷെക്കീന ടെലിവിഷനോടുള്ള എനിക്കൊരു ബഹുമാനം എന്ന് പറയുന്നത് ഈ അനീതിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഇതേപോലെ പ്രൈം ടൈമുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യത്തെ ചർച്ച ചെയ്യാൻ അതിനെ വിധേയമാക്കിയതിന്റെ പേരിൽ ഷെക്കീന ടെലിവിഷനെയും അതിന്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പോ ഈ ഒരു വിഷയത്തെ ആദ്യം എന്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, കുറെ കാലം മുമ്പ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന പള്ളികളിലും സ്കൂളുകളിലൊക്കെ കുട്ടികൾ കുറച്ചു കാലം മുമ്പ്, എനിക്കൊന്നും മുരുകൻ കാട്ടാക്കടയുടെയാണ് ആ കവിത എന്ന് പറയുന്നത്, നെല്ലിക്ക എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിതയുടെ ആദ്യത്തെ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ഏട്ട് ആ കവിത ഏതാണ്ട് സമാപിക്കുമ്പോ അതിന്റെ വരികൾ ഇങ്ങനെയാണ്. അതായത് ഈ ജയിലിൽ കൂലി കൂട്ടിയ തീരുമാനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ആ കവിതയുടെ വരികൾ ഇങ്ങനെ സമാപിക്കുകയാണ്: ഇന്നു ഞാനും നിന്റെ നാടും മീ മുളങ്കാടും, ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി എന്ന് പറയും. അപ്പോ ഒരു നാടിനെ, ഒരു സംവിധാനത്തെ, അവിടുത്തെ ജനങ്ങളുടെ എല്ലാ വിചാരത്തെയും വികാരത്തെയും സ്വപ്നത്തെയും ഒക്കെ ഇതുപോലെ വിൽപ്പനയ്ക്ക് വെക്കുന്ന, പിച്ച് ചീന്തുന്ന, ഇല്ലാതാക്കുന്ന ഒരു കെട്ടകാലത്ത്, കവികളൊക്കെ ഈ കാലത്തെ വിളിക്കുന്നത് കെട്ടകാലം എന്നാ വിളിക്കുക, അങ്ങനെ ഒരു കാലത്ത് ജീവിക്കേണ്ട ദുസ്ഥിതി ഈ വേദിയിൽ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്ന റോസമ്മ ചേച്ചിയെ പോലെയുള്ള, ഇല്ലേ ബഹുമാനപ്പെട്ട മാഷിനെ പോലെയുള്ള, ഇല്ലേ പൊതുസമൂഹത്തിലൊക്കെ ഇടപെടുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജയിലിലെ ഈ കൂലിവർദ്ധനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു കാര്യം, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മെച്ചപ്പെട്ട ജോലി കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 12ാം ക്ലാസ് വരെ പഠിക്കണം. പണ്ടുണ്ടായിരുന്നവരാണ് പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അതിനുശേഷം ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുത്താൽ ഒരു ജോലി കിട്ടുമോ? ഡിഗ്രി എടുത്താൽ ജോലി കിട്ടത്തില്ല, ഒരു നല്ല ജോലിയിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരതിന്റെ PG എടുക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിദഗ്ധ തൊഴിലിന് വേണ്ടിയിട്ട് ഡിപ്ലോമയോ മറ്റു കാര്യങ്ങളോ എടുക്കും. ചിലര് PhD എടുക്കും. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു B.Ed എടുത്തുകൊണ്ടാകുന്നില്ല എന്ന് ചിന്തിച്ചതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ M.Ed എടുക്കും, ഇല്ലെങ്കിൽ PG എടുക്കും.
അത് കഴിഞ്ഞ് കേട്ടറ്റ് എഴുതും, ഇപ്പോ സെറ്റ് പാസ്സാകും, അത് നെറ്റ് പാസ്സാകും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഏതെങ്കിലും ഒരു സ്കൂളിൽ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്കൂളില് അവിടെ ഒരു ഇന്റർവ്യൂ നടത്തി. ഏതാനും ടീച്ചേഴ്സിന്റെ ഒരു ഒഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള. അവിടെ PG ഒക്കെ കഴിഞ്ഞ 30 കുട്ടികളാണ് വന്നത്. അവർക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്, ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്, CBSE സിലബസ് ആണ്. അപ്പോ 30 കുട്ടികളാണ് അവിടെ ജോലി ചോദിച്ചുകൊണ്ട് വന്നത്. അപ്പോ നമ്മുടെ ഈ കേരളത്തിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യം എത്ര രൂക്ഷമാണ് എന്നുള്ളതിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഇതുപോലെയുള്ള ഓരോ കാര്യം. ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. അപ്പോ ഇനി ഈ ആളുകൾ ജോലിക്ക് വേണ്ടി പോയാലോ? എനിക്ക് അറിയുന്ന കുറെ യുവാക്കളുണ്ട്, അവര് MPA കഴിഞ്ഞതിന് ശേഷം 12,000 രൂപ, 13,000 രൂപ, 14,000 രൂപ സാലറിയിലാണ് നിൽക്കുന്നത്. HR-ഉം ഈ ഫിനാൻസും ലോജിസ്റ്റിക്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വർക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു സാലറിയിലാണ് നിൽക്കുന്നത്. അതുപോലെയുള്ള ഒരു നാട്ടിലാണ് ജയിൽ വകുപ്പ് 350 രൂപ കൂട്ടണം എന്ന് ആവശ്യപ്പെടുമ്പോ ജയിൽ വകുപ്പിന്റെ ശുപാർശയെ അതിലംഘിച്ചുകൊണ്ട് നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു വലിയ കൂലി വർധന. മാഷതിന്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ കഠിന തടവ് അനുഭവിക്കുന്ന വിദഗ്ധരായ തൊഴിലാളികൾക്ക് 620 രൂപ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കഠിന തടവിന് ശിക്ഷിക്കുന്നത്? ഒന്നെങ്കിൽ കൊലപാതകം, അതായത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള, അതായത് ഈ അപൂർവങ്ങളിൽ അപൂർവം, കോടതി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അപൂർവങ്ങളിൽ അപൂർവം. ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളൊക്കെ ചെയ്തിരിക്കുന്ന കുറ്റവാളികൾക്കാണ് കഠിന തടവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കഠിന തടവിന് വിധിച്ചിരിക്കുന്ന ഒരു കുറ്റവാളിക്ക് ഒരു ജയിലിൽ അവന്റെ താമസത്തിനും ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങളും മെഡിക്കൽ എയ്ഡിനും എല്ലാത്തിനും ശേഷം മിച്ചം വെക്കാൻ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ 620 എന്ന് കേൾക്കുമ്പോഴാണ് ഈ നാട്ടിൽ അർദ്ധപ്പട്ടിണിക്കാരനും അത്താഴപ്പട്ടിണിക്കാരനും, ഇപ്പോ ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് നമ്മൾ വമ്പ് പറഞ്ഞിട്ടോ വീമ്പ് പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. ഇവിടെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നതുകൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് മരിക്കുന്നതുണ്ട്, ദാരിദ്ര്യം കൊണ്ട് രോഗമുണ്ടാകുകയും മരിക്കുകയും ചെയ്യുന്ന ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അട്ടപ്പാടിയിലുള്ള ഒരു വൈദികനാണ്. അപ്പോ അട്ടപ്പാടി പോലുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് കുട്ടികൾ എല്ലാ വർഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന 620 രൂപ മൊത്തത്തിൽ മിച്ചം വെക്കാനായിട്ട് അവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത്. അല്പമൊക്കെ എന്തെങ്കിലും വൈദഗ്ധ്യം, ഒരാഴ്ചയോ 2 ആഴ്ചയോ പണിയെടുത്താൽ ഇവരാണ് തീരുമാനിക്കുന്നത് ആരാണ് വൈദഗ്ധ്യമുള്ളവര്, ഇല്ല ഈ വിദഗ്ധരല്ലാത്തവർ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഈ ജയിലാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എത്രയാ കൊടുക്കുന്നത്? 520 രൂപ കൂലി കൊടുക്കുന്നു എന്ന് പറയുക. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഒരു പണിയും ചെയ്യാൻ അറിയാത്തത്, സാധാരണ ഭാഷയിൽ പറഞ്ഞ, അപ്പോ റോജി ഒരു പണിയും ചെയ്യാനായിട്ട് ജോർജി ഒരു പണിയും ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് കൊടുക്കുന്ന കൂലിയാണ് 530. ഈ കൂലിയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള വിദഗ്ധരായ തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിയെ കുറിച്ചും കൂടെ ഒരു പൊതുധാരണ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഈ കാര്യത്തെ കുറിച്ച് കുറച്ചൊക്കെ അറിയാമായിരിക്കും, അവരുടെ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കശുവണ്ടി തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന കൂലി എത്രയാണെന്നറിയാമോ? കേരളത്തിൽ കശുവണ്ടി തൊഴിലാളിക്ക്, അതായത് വിദഗ്ധരായിട്ടുള്ള കശുവണ്ടി തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി 538 രൂപയാണ്. അങ്ങനെ കിട്ടുന്നു എന്നാണ് അവകാശപ്പെടുന്നത് നമ്മുടെ തൊഴിൽ വകുപ്പ്. ഈ കയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ കയറും കയർഫെഡും ഒക്കെ ആയി വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ കൂലി എത്രയാണെന്നറിയാമോ? അവർക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 468 രൂപയാണ് അവരുടെ കൂലി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. വളരെ സാധാരണമായ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന ആളുകളാണ് അവര്. സമയം നോക്കാതെ ഈ പറയുന്ന ചൂടും വെയിലും എല്ലാം കൊണ്ട് നിൽക്കുമ്പോ അവർക്ക് 468 രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, അത് കൊടുക്കണമെന്നാണ് പറയണേ. ഇപ്പോ നമ്മളുടെ ഒപ്പം ഈ സംസാരിക്കുന്ന സഹോദരിയെ പോലെയുള്ള ആശാ വർക്കേഴ്സിന് ഇപ്പോ കൊടുക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന കൂലി എത്രയാ? 400 രൂപയാണ്. എത്ര തുച്ഛമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വെറും 400 രൂപയാണ്. ഇനിയിപ്പോ നമ്മളുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്തിനു വേണ്ടി തൊഴിലുറപ്പ്? ജീവിക്കാൻ മറ്റൊരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് ഇത്ര 100 തൊഴിൽ ദിനങ്ങളോ 120 തൊഴിൽ ദിനങ്ങളോ കിട്ടണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് പട്ടിണി കൊണ്ട് മനുഷ്യർ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നീക്കിവെച്ചിരിക്കുന്ന മനുഷ്യന്മാര്, അവർക്ക് കിട്ടുന്ന എത്രയാണെന്നറിയാവോ ജോജി? അവർക്ക് കിട്ടുന്നത് 369 രൂപയാണ്. അപ്പോ ഈ കഠിന തടവിന് ഏറ്റവും വലിയ കുറ്റവാളിക്ക് കിട്ടുന്നത് എത്രയാ?
620 രൂപ. ഇവിടെ എത്രയാ 300 സംതിങ് രൂപ. ഓൾമോസ്റ്റ് നേർ പകുതി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ പറയുന്ന മനുഷ്യർ കേരളത്തിൽ ഇതേ രീതിയിലുള്ള താഴ്ന്ന വേതനത്തിന് ജോലി ചെയ്യാനുള്ള കാരണം എന്താ? ആ കാരണം ഒരു കുറ്റവാളികളല്ല എന്നുള്ളതാണ്. ആ കാരണം ഇവര് ക്രിമിനലുകളല്ല എന്നുള്ളതാണ്. ആ കാരണം ഇവര് കൊലപാതകളല്ല എന്നുള്ളതാണ്. ആ കാരണം എന്ന് പറയുന്നത് സമൂഹത്തിന് ദോഷം വരുത്തുന്ന ഒന്നും ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോ ഈ കൂലി വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാരണവും കൂടി പറയുന്നുണ്ട്. അതായത് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ, ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ജാർഖണ്ഡ് പോലെ, ബീഹാർ പോലെ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോ കേരളത്തിലെ ജയിലുകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഈ കൂലി കുറവുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റി? സംസ്ഥാന സർക്കാരിന്റെ മനസ്സങ്ങ് നൊന്തു. അത് നൊന്തു എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഈ ജയിലിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുവാനും അവർക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാകുവാനും, നേരത്തെ ബഹുമാനപ്പെട്ട മാഷ് പറഞ്ഞ പോലെ ഈ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എത്ര? ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോഴേക്കും 20 ലക്ഷം രൂപയുടെ അടുത്താ. ഒരു ചെറിയ വീട് മേടിക്കാം, നല്ലൊരു ബിസിനസ് തുടങ്ങാം. മുദ്ര ലോണിനൊന്നും പോകേണ്ട ആവശ്യമില്ല. മുദ്ര ലോണിന് വേണ്ടി നമ്മുടെ കുട്ടികൾ എന്തുമാത്രമാണ് നടക്കുന്നത്. അപ്പൊ അതിന് പോകേണ്ട ആവശ്യമില്ല, ജയിലിൽ പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ ഈ ആളുകൾ പറയും എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പിയൂൺ ജോലിയെങ്കിലും നിനക്ക് കിട്ടൂലോ എന്ന്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു അക്രമം ചെയ്ത് ഒരു കുറ്റവാളിയാക്, ജയിലിലെങ്കിലും പോയി നിനക്ക് സമ്പാദിക്കാവല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ആളുകൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവര്, ഈ ജയിൽ പുള്ളികളുടെ സാലറി ഇത്രയും വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ വേണ്ട രീതിയിലുള്ള ചർച്ച ഉണ്ടായില്ല എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യം? അപ്പോ നമുക്ക് ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്, മറ്റ് രാഷ്ട്രീയമുണ്ട്. ഇതിന്റെ അകത്തൊന്നും രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. ഇതിന്റെ അകത്ത് സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നീതി ജലം പോലെയും സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെയും ഒഴുകണമെന്ന് പ്രസംഗിക്കുന്നവരാണ് ആര്? ഇവിടുത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഇത് ചർച്ചയാക്കിയില്ല എന്നും ഇതിന്റെ അപകടത്തെ നേരിട്ട് കാണിച്ചു കൊടുത്തില്ല എന്നും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ അടുത്തൊരു കാര്യം കൂടെ ഇതിന്റെ അകത്ത് വളരെ കൗതുകമുള്ള ഒരു കാര്യമുണ്ട്. ഇത്രയും ഭീമമായ ഒരു തുക വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ 25% അവർക്ക് എവിടെ ചെലവാക്കാം? വേണമെങ്കിൽ അവരുടെ ക്യാൻറ്റീനിൽ ചെലവാക്കാം, വേണമെങ്കിലേ ആവശ്യമുള്ളൂ. 50% എന്ത് ചെയ്യാം? അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കാം, വീട്ടിലേക്കോ മറ്റു സുഹൃത്തുക്കൾക്കോ ഇല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾക്കോ നാട്ടിലുള്ള ക്രിമിനലുകൾക്കോ അയച്ചു കൊടുക്കാം. അവിടുത്തെ കൊട്ടേഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ആ പൈസ ഉപയോഗിക്കാം, അയച്ചു കൊടുക്കാമെന്നേ പറയുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഒരു 25% എന്തുണ്ട്? അത് ഇവരുടെ പേരിൽ ഒരു സ്ഥിര നിക്ഷേപമാക്കി വെക്കുകയും ഇവര് പോകുമ്പോ ഈ പറഞ്ഞ കാശ് ഇവർക്ക് കൊടുത്തു വിടുകയും ചെയ്യും എന്നാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. ഇനി ഒരുപക്ഷെ ഇവർക്ക് PF വരും, ഇവർക്ക് ഗ്രാറ്റുവിറ്റി വരും. ജയിലിൽ കടന്നതിന്റെ പേരിൽ, അതായത് 5 വർഷമാണ് ഗ്രാറ്റുവിറ്റിക്കുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതിനുശേഷം ഇവർക്ക് ബോണസും കൂടെ വരും. അതായത് അടുത്ത ഒരു പരിഷ്കരണം വരുമ്പോ ഈ ജയിൽ പുള്ളിക്ക് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. ജോർജ്, വ്യക്തമാണ് വളരെ വിരോധാഭാസം അല്ലെങ്കിൽ അതുക്കും മേലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ ബഹുമാനപ്പെട്ട റോസം ചേച്ചിയിലേക്ക് വരികയാണ്. നമുക്കറിയാം ചേച്ചി, ഈ ആശാ വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ ഒരു നീരോടുകൂടി തന്നെയാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിച്ചത്. വളരെ നാളുകളായിട്ട് സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ആശാവർക്കർമാർക്ക് അനുകൂലമായിട്ടുള്ള അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നീതിക്കൊപ്പം നിൽക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അതിന് പല ന്യായങ്ങളും സർക്കാർ പറയുന്നുണ്ട്, സാമ്പത്തിക ബാധ്യത അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ജയിൽ പുള്ളികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സാമ്പത്തിക ബാധ്യത ഒന്നും ഇല്ല. അപ്പോൾ സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ ആശാവർക്കർമാർ, നമുക്കറിയാം നിസ്വാർത്ഥമായിട്ട് സാമൂഹ്യ സേവനം ചെയ്യുന്നവരാണ് റോസമ്മ ചേച്ചി പോലുള്ള ആശാ വർക്കർമാർ. അപ്പോൾ അവരെ കാണാതെ ജയിൽ പുള്ളികളെ കാണുന്ന ഈ സർക്കാരിന്റെ മനോഭാവത്തെ ആശാ വർക്കർമാർ അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ സമൂഹം എങ്ങനെ നോക്കിക്കാണും? ഞങ്ങള് ഈ 2025 ഫെബ്രുവരി മാസം 10-ാം തീയതി രാപ്പകൽ സമരം നടത്തണമെന്നോ അനിശ്ചിതകാല സമരം നടത്തണമെന്നോ ഓർത്തോണ്ടല്ല ഞങ്ങൾ സമരത്തിൽ നിന്ന്. ഏറിയാൽ ഒരു 5 ദിവസം അതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടതായിട്ട് വരുമെന്നും സമരം ചെയ്യേണ്ടതായിട്ട് വരുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇത് ഇടതുപക്ഷ സർക്കാർ, സ്ത്രീപക്ഷ ഗവൺമെന്റ്, തൊഴിലാളിപക്ഷ ഗവൺമെന്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങള് സമരത്തിന് പോയത് തന്നെ. പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളെ സമരം ചെയ്ത് 4ാമത്തെ ദിവസം PSC ചെയർമാൻ ഉൾപ്പെടെ അവരാവശ്യപ്പെടാതെ തന്നെ അവർക്ക് ശമ്പള വർധന ഉണ്ടായി. അതേപോലെ തന്നെ ഞങ്ങളെ എങ്ങനെയൊക്കെ ചവിട്ടി മെതിക്കാമോ, സർക്കാരിന്റെ PR വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കാമോ
സ്ത്രീ തൊഴിലാളികളെ അപമാനിക്കാമോ, സ്ത്രീ തൊഴിലാളികളെ അവഹേളിക്കാമോ, അതെല്ലാം ഞങ്ങൾ ആശാവർക്കർമാരോട് ചെയ്തു. എന്നിട്ടും വീണ്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷ കൈയൊടിയാതെ വീണ്ടും ഞങ്ങൾ ആ കനത്ത വേനലിലും കടുത്ത മഴയിലും ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാത്രിയും പകലും, അതായത് ഇവിടത്തെ സർക്കാരും ഇവിടത്തെ ജനങ്ങളും രാത്രിയിൽ സുഖമായി സ്വന്തം വീട്ടില് മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അമ്മമാര് ആ തെരുവിലായിരുന്നു, സെക്രട്ടേറിയറ്റ് തെരുവിലായിരുന്നു. ഞങ്ങളെ കൊതുകിന്റെ കടിയേറ്റ് അങ്ങേയറ്റം എലികൾ പോലും ഞങ്ങളുടെ അടുത്തൂടെ ഓടുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് 8.5 മാസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വെറും തുച്ഛമായ പൈസ മാത്രമാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. പക്ഷെ ഞങ്ങൾക്കിപ്പോ സന്തോഷമുണ്ട്. ഒരു നാണയത്തുട്ട് പോലും ഞങ്ങൾക്ക് തരില്ല, സമരത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അവസാനം നവംബർ മാസം 1-ാം തീയതി ഞങ്ങള് സമരപ്പന്തൽ അഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 1000 രൂപയുടെ വർധനവ് തന്നു. അതുവരെയും ഞങ്ങളെ അവഹേളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പോയി സമരത്തിന്റെ കേന്ദ്രത്തോടാണ്, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരാം. ഇമാതിരിയുള്ള വളരെ മോശമായ സ്ത്രീ തൊഴിലാളികളോടൊന്നല്ല, ഒരു തൊഴിലാളികളോടും ലോകത്തിന്നേവരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഈ സർക്കാർ ഞങ്ങളോട് പെരുമാറിക്കഴിഞ്ഞു. ഒക്ടോബർ മാസം 25-ാം തീയതി ഞങ്ങളുടെ ക്ലിഫ് ഹൗസ് മാർച്ചില് 6.5 അടി ഉയരത്തിലുള്ള ബാരിക്കേഡിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീകൾ എന്ന പോലും പരിഗണന പോലും ഇല്ലാതെ 5 പ്രാവശ്യം ഞങ്ങളുടെ നേരെ ജലപീരങ്കി അടിച്ചു. ഞങ്ങളുടെ വാഹനങ്ങള് തടഞ്ഞു, ഞങ്ങളെ വണ്ടി കയറ്റി കൊല്ലാൻ തുടങ്ങി, ഞങ്ങളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി, ഞങ്ങളെ തെരുവിലിട്ട് വലിച്ചഴച്ചു. ഞങ്ങളുടെ സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് വലിച്ചെറിഞ്ഞത്. എന്തിനാണ്? പണിയെടുത്ത കൂലി ചോദിച്ചതിന്. 3 മാസം ഓണറേറിയവും 3 മാസത്തെ ഇൻസെന്റീവും പെൻഡിങ് ആക്കിക്കൊണ്ട് ഇന്നും ഞങ്ങൾക്ക് കിട്ടണം. 1 മാസത്തെ ഓണറേറിയവും 2 മാസത്തെ ഇൻസെന്റീവും ഇന്നും ഞങ്ങൾക്ക് പെൻഡിങ് ആണ്. ഞങ്ങൾ ഈ സ്ത്രീ തൊഴിലാളികളോട് കാണിക്കുന്ന ഈ അവഗണന കേരള മനസാക്ഷി ഇനിയും കണ്ടില്ലെന്ന് അടിക്കരുത്. കേരളത്തിന്റെ ഒരു വലിയ പുതപ്പ് പോലെയാണ് ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ സമരത്തില് നാനാജാതി മതസ്ഥരും നാനാ തുറയിലുള്ള ജോലിക്കാരും തൊഴിലാളികളും അങ്ങേയറ്റം ഓട്ടോറിക്ഷ തൊഴിലാളി, ചുമട്ടു തൊഴിലാളികൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഗവൺമെന്റ് മാത്രം, സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്നു, തൊഴിലാളി സർക്കാർ അവകാശപ്പെടുന്ന സർക്കാർ മാത്രം ഞങ്ങളോട് മുഖം തിരിക്കുകയാണ്. കേരളത്തിന്റെ ആണിക്കല്ലാണ് ആശാവർക്കർമാർ. ഇന്ത്യ ചരിത്രത്തിന്റെ ആരോഗ്യ മേഖലയിലെ ആണിക്കല്ലായ ആശാമാർക്ക് കൊടുക്കാൻ ഇന്ന് സർക്കാരിന് പണമില്ല. ഇത്രയും സമയം എല്ലാവരും ചർച്ച ചെയ്തു, കേരളം മുഴുവനും ചർച്ച ചെയ്യുവാണ്. ജയിലിൽ കിടക്കുന്ന കുറ്റവാളിക്ക് കൊടുക്കാൻ പണമുണ്ട്. ഞങ്ങള് രാത്രിയെന്നോ പകലോ ഇല്ലാതെ വാർഡിലുടനീളം വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ സർക്കാരിന് പണമില്ല. ഇത് ജനം കണ്ടു, ജനം മനസ്സിലാക്കി. ജനം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ജനം വിധി എഴുതും. 26,165 ആശാവർക്കർമാരെയും ഇതേപോലെ തീച്ചുളയിൽ നിർത്തി പണിയെടുത്ത കൂലി കൊടുക്കാത്ത സർക്കാരിന് ഞങ്ങൾ തിരിച്ചടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പാളയം വിജയിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് 2ാമത്തെ പാളയത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഞങ്ങളുടെ സമരം തീർന്നില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന 21,000 രൂപ ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ ഒരിക്കലും സമരം നിർത്തുന്നില്ല. ഞങ്ങൾ സമരം നിർത്തിയിട്ടില്ല. പക്ഷേ ജനങ്ങളോടുള്ള ആ വലിയ ആത്മാർത്ഥത കൊണ്ട് ഞങ്ങൾ ഫീൽഡുകളിൽ പോയി ഇന്നും ഞങ്ങൾ ലെപ്രസി വർക്ക് ചെയ്യുവാണ്. ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വാർഡുകളിൽ ഉടനീളം ലെപ്രസിക്ക് പരിശോധനയും മറ്റു കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ രാപകലില്ലാതെ ഇന്നും ഞങ്ങൾ അധ്വാനിക്കുകയാണ്. അപ്പോൾ സർക്കാരിന്റെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ നോക്കും. ഞങ്ങൾക്കറിയാം ഇത് മേടിച്ചുകൊണ്ട് പോരാനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്കറിയാം. 5 തവണ ജലപീരങ്കി അടിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടു. രാഷ്ട്രപതി മെർമു അവറുകള് സന്നിധാനത്തിൽ നിന്നും അത്താഴ വിരുന്നിന് വരുന്നത് കൊണ്ട് അവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ അനുവാദം അപ്പോയിന്റ്മെന്റ് മേടിക്കാം. 3-4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക്
നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം, മുഖ്യമന്ത്രിയെ കണ്ടിട്ട് നിങ്ങൾ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് തരാം. ഇല്ല, ഞങ്ങൾ തിരിച്ചു മടങ്ങില്ല, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് തന്നെ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയതും ഞങ്ങളെ വാഹനം ഇടിച്ചു കൊല്ലാൻ തുടങ്ങിയതും ഞങ്ങളുടെ മൈക്ക് കള്ളന്മാരെടുത്തോണ്ട് ഓടുന്നത് പോലെയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തോണ്ട് പോയത്. ഇത് ലോകം കണ്ടു, ജനം കണ്ടു, എല്ലാവർക്കും അത് മനസ്സിലായി. അവസാനം മുഖ്യമന്ത്രിക്ക് ഗത്യന്തരമില്ല. ഇതുവരെ നിങ്ങൾ പോയി കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തു എന്ന് പറഞ്ഞ് അവർക്ക് അവസാനം 1000 രൂപയെങ്കിലും ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് ഗവൺമെന്റ് നിർബന്ധിതമായി. അങ്ങനെ ഞങ്ങളെ തൊഴിലാളികളുടെ പ്രശ്നം കേൾക്കാതെ, തൊഴിലാളികളെ കാണാൻ സമ്മതിക്കാതെ ഒരു ഭിക്ഷ എന്ന പോലെ എറിഞ്ഞിട്ട് മുഖ്യ ധാർഷ്ട്യത്തോടെ, അതീവ ധാർഷ്ട്യത്തോടെ, ഇന്നേ വരെ ലോകം കാണാത്ത ഒരു സർക്കാർ ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി ഞങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞിട്ട് തരുന്നത് പോലെ തന്നു 1000 രൂപ. ഞങ്ങളത് സന്തോഷത്തോടെ മേടിച്ചു. ഇത് ഞങ്ങളുടെ ചരിത്ര വിജയമാണ്. ഞങ്ങൾ ജലവീരങ്ങി ഞങ്ങളുടെ ശരീരത്തിലേക്ക് അടിച്ചിടുന്ന സമയത്തും ഞങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ്, ഞങ്ങൾക്ക് പണിയെടുത്ത കാശ് വേണം, ഞങ്ങൾക്ക് തൊഴിലിന്റെ അനുസരിച്ച് വരുമാനം വേണം, ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കണം, ഞങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ തീ എരിയണം, ഞങ്ങളുടെ മക്കൾക്ക് അന്നം കൊടുക്കണം, വിധവകളായ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക്, വാടക വീട്ടിൽ കഴിയുന്ന സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും പണം വേണം, ഞങ്ങൾക്ക് പണിയെടുക്കുന്ന കാശിനുള്ള തുക തരണം, മുഖ്യമന്ത്രിയെ കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രിക്ക് 1000 രൂപ വലിച്ചെറിയേണ്ടതായിട്ട് ഉള്ള രീതിയിൽ വന്നു. ഇതില് ഞങ്ങൾ അതിയായി ഈ കേരളം കണ്ടു ഞങ്ങൾ വിജയിച്ചത്. ഞങ്ങൾ വിജയിക്കുമായിരുന്നു. ഈ കേരള മനസാക്ഷി ഒന്നടങ്കം പറഞ്ഞു നിങ്ങൾ വിജയിച്ചു. ഇനിയും ഞങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്. ഈ ഫെബ്രുവരി മാസം 10-ാം തീയതി ആശാ ദിനമായി ഞങ്ങൾ ആചരിക്കുകയാണ്. ഞങ്ങൾ ഫെബ്രുവരി മാസം 10-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കല് ഞങ്ങൾ ഒരു ജനസാഗരം തന്നെ തീർത്ത് ഞങ്ങളുടെ ആ കഴിഞ്ഞുപോയ സമരത്തിന്റെ ഒരു ജീവൻ വെപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ 21,000 രൂപ ഞങ്ങൾക്ക് അനുവദിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടെ ഇനി നിലമ്പൂർ ആവർത്തിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇരുട്ടടി ഏത് തരത്തിലായിരുന്നെന്ന് ഭരണാധികാരികൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ചിന്തിക്കാൻ സമയമുണ്ട്. ഇനിയും ഭരണാധികാരികൾക്ക് ചിന്തിക്കാൻ സമയമുണ്ട്. ഇനി കാലടി കീഴിലെ മണ്ണൂർന്നു പോകാതെ അവർ സംരക്ഷിച്ചു നിർത്തിയാൽ ഞങ്ങൾക്ക് 21,000 രൂപ ഈ സ്ത്രീ തൊഴിലാളികൾക്ക് അനുവദിച്ചു കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട. ഒരൊറ്റ വാക്ക് മതി മുഖ്യമന്ത്രിക്ക്. പക്ഷെ അദ്ദേഹം കൊടുക്കട്ടെ, കുറ്റവാളികളെ തീറ്റി പോറ്റട്ടെ, കുറ്റവാളികൾക്ക് കൊടുക്കട്ടെ, പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കുന്നില്ലെന്ന് ഈ ജനം കണ്ടു. ജനം ഒരു വിധി എഴുതും. ഈ വിധിയെ തടുക്കാൻ ഒരിക്കലും ഈ ഭരണത്തിന് കഴിയില്ല. അത് ഉറപ്പാണെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ സമരം നിർത്തുന്ന പ്രശ്നമില്ല. ഞങ്ങൾ സമരത്തിലൂടെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വ്യക്തമാണ്. തീർച്ചയായിട്ടും റോസമ്മേച്ചിയെ പോലുള്ള അനേകം അമ്മമാരുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ, നമ്മളത് ഒരു കണ്ണീരോടുകൂടി മാത്രമേ ആ ഒരു വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ആശാവർക്കർമാർ നടത്തുന്ന നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും അറിയിക്കുകയാണ്. ആ സമരം വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് റോസമ്മേച്ചി ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുടെ ആ സമൂഹത്തോട് പ്രത്യേകം പറയുന്നു. ഞാൻ ശ്രീ ബിബിനിലേക്ക് വരികയാണ്. സർക്കാർ ഈ തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനൊന്ന് ഒരു കടിഞ്ഞാണിടാൻ സാധിക്കും? അങ്ങ് നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ വോട്ടിലൂടെ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ജയിൽ പുള്ളികൾക്ക് വോട്ടില്ല, നമുക്കറിയാം വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വോട്ട് അത്തരം ഒരു സാഹചര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെ വാരിക്കൂരി കൊടുക്കുന്നു, അതേസമയം ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഒന്നും കൊടുക്കാത്ത ഒരു സാഹചര്യം. അപ്പോൾ ഈ പൂച്ചയ്ക്കാരെ മണി കിട്ടുമെന്ന് പറയുന്നത് പോലെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾക്ക് നമുക്ക് എങ്ങനെ ഒരു തടയിടാൻ സാധിക്കും ശ്രീ ബിപിൻ? തീർച്ചയായിട്ടും ഇതുപോലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ നാട്ടിലെ ജനത രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, ജാതി ഭേദമന്യേ എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. കാരണം ഈ ദുരിതം അനുഭവിക്കുന്നവര് നമ്മുടെ വീടുകളിലുള്ള ഓരോരുത്തരുമാണ്. നമ്മുടെ വീടുകളിലുള്ള ഓരോ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊതുജനങ്ങളോട് ചോദിച്ചാൽ കൂടുതൽ പേരും തീർച്ചയായിട്ടും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കും. പക്ഷേ ഒരു നാട്ടില് 2 പക്ഷം ഉള്ള ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും കുറച്ചു പേര് കർണാടകയില് ജയിൽ പുള്ളികൾക്ക് വേതനം കൂടുതലാണെന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. എനിക്ക് അവരോട് തികഞ്ഞ പുച്ഛമാണ് തോന്നുന്നത്. കർണാടകയിലെ ജയിൽ പുള്ളികൾക്ക് വേതനം കൂടുതലാണെങ്കിൽ
അവിടെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അവരുടെ സംസ്ഥാന സർക്കാരിന്റെ ഗതാഗതത്തില് സൗജന്യ യാത്രയാണ് അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല അവിടെ വൈദ്യുതിക്ക് ഇത്ര സബ്സിഡി ഉണ്ട്, ഇത്ര യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആണ്. അത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് നടപ്പാക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇത്തരം പ്രവർത്തികളെ അനുകൂലിക്കുന്ന മനുഷ്യർക്കും സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അവര് അവരുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തികളെ അനുകൂലിച്ചുകൊണ്ട് സമൂഹത്തിന് തിന്മ പ്രവർത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമുള്ള ധാരാളം പേര് ജയിലിലുണ്ട്. നമുക്കറിയാം ധാരാളം വട്ടപ്പേരുകളുള്ള, കേട്ടാൽ പേടിച്ചു വിറയ്ക്കുന്ന പേരുകളുള്ള ധാരാളം പേർ ഇപ്പോഴും ജയിലിലുണ്ട്. തീർച്ചയായിട്ടും TP ചന്ദ്രശേഖരനെ പോലുള്ള മനുഷ്യനെ വെട്ടിക്കുന്ന ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കിയ ധാരാളം പേര് ജയിലില് സർവാധിപന്മാരായി വാഴുന്നുണ്ട്. അവർക്ക് തോന്നുമ്പോൾ പരോള് കൊടുക്കുന്നു, അവർക്ക് തോന്നുമ്പോൾ എല്ലാവിധ രാഷ്ട്രീയ സന്നാഹങ്ങളും അവർക്ക് സപ്പോർട്ട് നിൽക്കുന്നു. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചായിരിക്കാം ഇതുപോലുള്ള വലിയ വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ കൊടുക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇവര് വേതന വർധനവ് വേണമെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിനോ ഏതെങ്കിലും രീതിയിൽ നിവേദനം വല്ലതും അയച്ചിട്ടുണ്ടോ? ഇനി അയച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജന മധ്യേ കാണിക്കാനുള്ള തന്റെ ഇടം ഈ സർക്കാരിനുണ്ടോ? മാത്രമല്ല, ഇവര് ജയിലിൽ പ്രക്ഷോഭം ആരംഭിച്ചു, ഞങ്ങൾക്ക് വേതന വർധനവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വേതന വർധനവ് കൊടുക്കുന്നത്? ജയിൽ വകുപ്പിനും അതിനെ ഭരിക്കുന്ന മന്ത്രിമാർക്കൊക്കെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ വെളിപാടുണ്ടായോ, അല്ലെങ്കിൽ ദർശനമുണ്ടായോ? ജയിലിലെ പാവപ്പെട്ടവര് അങ്ങേയറ്റം നിർധനനുമാണ്, അവർക്ക് ഇന്ന വകുപ്പിൽ നിന്ന് ഇത്ര രൂപ കൂട്ടിക്കൊടുക്കണമെന്ന് അവർക്ക് വല്ല വെളിപാടുണ്ടായോ? പ്രിയപ്പെട്ട മന്ത്രി, പ്രിയപ്പെട്ട അധികാരികളെ, നിങ്ങളുടെ കൺമുന്നിലാണ് പാവപ്പെട്ട അധ്യാപകരും പാവപ്പെട്ട ആശാ വർക്കർമാരും യാചനാ സമരവും പട്ടിണി സമരവും നടത്തിയത്. നിങ്ങളുടെ കണ്ണ് അപ്പോൾ തുറന്നില്ലേ? നിങ്ങൾക്ക് ഇവരെ കുറിച്ച് രാത്രിയിൽ ദർശനവും വെളിപാടും ഉണ്ടായില്ലേ? നമുക്കറിയാം, കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടും കുറ്റവാളിയാണ് ഗോവിന്ദച്ചാമി. ഗോവിന്ദച്ചാമി ജയിലിൽ പോകുമ്പോൾ ഉള്ള രൂപവും ജയിലിൽ നിന്ന് ഇറങ്ങുന്ന രൂപവും നമ്മൾ കണ്ടതാണ്. ജയിലിൽ പോകുമ്പോൾ എങ്ങനെയായിരുന്നു? ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷാരൂഖ് ഖാനെ പോലെ നല്ല വെളുത്ത് തുടുത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് കിട്ടുന്ന നല്ല പോഷകാഹാരമാണ്. ഇനി ഇറങ്ങുമ്പോൾ 10-20 ലക്ഷം രൂപയായിട്ട് അദ്ദേഹം ഇറങ്ങാം. എന്നാൽ അദ്ദേഹം ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കിയ സൗമ്യ എന്ന് പറയുന്ന ആ കുട്ടിയുടെ, ആ പാവപ്പെട്ട കുട്ടിയുടെ കുടുംബത്തെ കുറിച്ച് ഈ ഭരണാധികാരികൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നല്ല രീതിയിൽ നല്ല ഉദ്യോഗാർത്ഥിയായിരുന്ന ആ കുട്ടിയുടെ വരുമാനത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട അമ്മയും അതടങ്ങുന്ന കുടുംബവും ജീവിച്ചിരുന്നു. ആ കുടുംബം ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ ഭരണാധികാരികളും ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി എന്ത് സന്ദേശമാണ് ഞങ്ങൾ അടങ്ങുന്ന യുവജനങ്ങൾക്കും ഞങ്ങളെ പോലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇവിടുത്തെ സർക്കാരും മന്ത്രിമാരും തരുന്നത് എന്ന് നോക്കണം. നമുക്കറിയാം, ഇപ്പോഴത്തെ സർക്കാർ ധാരാളം ക്ഷേമപരമായിട്ട് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി ധാരാളം സമരങ്ങളൊക്കെ നയിച്ചിട്ടുള്ള സർക്കാരാണ്. പക്ഷെ അവരാണ് ഇന്ന് തൊഴിലാളി വിരുദ്ധമായ ധാരാളം നയങ്ങളും ധാരാളം പ്രവർത്തികളും നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ വീണ്ടും ആദ്യത്തെ എന്റെ ഫേസിൽ വർധനവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ വീണ്ടും ഒരു കാര്യം ഞാൻ പറയുകയാണ്, യാതൊരു വിദഗ്ധനുമില്ലാത്ത, യാതൊരു സ്കില്ലും ഇല്ലാത്ത ഒരാൾക്ക് 530,000 രൂപയാണ് ജയിലില് നമ്മുടെ സർക്കാർ പേ ചെയ്യുന്നത്, യാതൊരു കഴിവുമില്ലാത്തത്. അപ്പൊ തീർച്ചയായിട്ടും അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് യാതൊന്നും കിട്ടുന്നില്ല, സർക്കാർ അവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അവർക്ക് നല്ല ജോലി കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ യുവജനങ്ങൾക്ക് നാട്ടില് നിൽക്കാൻ തന്നെ തോന്നുന്നത്? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇതിനെതിരെ സംഘടിച്ചുകൊണ്ട് ഇവരുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇവിടെ ഉയരുക തന്നെയാണ് വേണ്ടത്. നമ്മളുടെ മന്ത്രിമാരും നമ്മളുടെ ഭരണാധികാരികളെല്ലാം ദിവസവും ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ സാർ, ഞാൻ പറയുന്നത്, അർഹതയുള്ളവർക്ക് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ സർക്കാരിന്റെ ശോഭ വർദ്ധിക്കുകയുള്ളൂ. അപ്പം അധ്യാപകരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധാരാളം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടു, ഇനി ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാകില്ലെന്ന്. ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാകില്ല, സ്ക്വയർ ഷേപ്പിലായിരിക്കും ഇനി ക്ലാസ് റൂമുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആലോചന അദ്ദേഹത്തിന്റെ മുൻപിൽ ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ലത് തന്നെ. പക്ഷേ ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് കൃത്യമായ ശമ്പളം ഇന്നു മുതൽ കിട്ടുമെന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നില്ല. അതല്ലേ യഥാർത്ഥത്തില് മനുഷ്യത്വരഹിതം? എന്നാൽ ഇതിനുവേണ്ടി നല്ല രീതിയിൽ പ്രക്ഷോഭങ്ങൾ വരികയും ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊന്നും തീർച്ചയായിട്ടും
ഗോ ബാക്ക് എന്നുള്ള രീതിയാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ റോസമ്മ ചേച്ചിയെ പോലുള്ള ആൾക്കാര് സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ വൃത്തികെട്ട ഭാഷയില് അധിക്ഷേപിച്ച, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയില് അതിനെ തെറിയഭിഷേകം പോലും നടത്തിയ നേതാക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ട്, നിയമസഭയിൽ പോലും ഉണ്ടെന്നുള്ളത് നമ്മുടെ ചങ്ക് തകർക്കുന്ന ചില ഓർമ്മകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ കൂട്ടം കൂടിയാൽ അതിനെ വേറെ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്ന ധാരാളം നേതാക്കന്മാർ ഉണ്ട്. ഓർത്തു നോക്കുക, അവരൊക്കെയാണ് നമ്മുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭ്യസ്തവിദ്യരായ കുട്ടികൾക്ക് 5 പൈസ ഇവിടെ ലഭിക്കുന്നില്ല. ഇതുപോലുള്ള കൊടും ക്രിമിനലുകളാണ് നാളെ ഈ മന്ത്രിസ്ഥാനത്തൊക്കെ എത്തിയാൽ പോലും ഒന്നും അത്ഭുതപ്പെടേണ്ടതില്ല. മാത്രമല്ല അവിടെ നോക്കുക, ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് വിട്ടൊരു കാര്യം പറയുകയാണ്. നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ PA 2 വർഷം തികഞ്ഞാല് പേഴ്സണൽ സ്റ്റാഫിനുണ്ടെങ്കിൽ അവർക്ക് പോലും പെൻഷനാണ്. അവിടെയും വിദ്യാഭ്യാസ യോഗ്യത പോലും കണക്കാക്കുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ മുൻപോട്ട് നയിച്ച കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ആരെങ്കിലും ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുന്നിൽ പറയണം. ഇന്ന ആൾക്കാർ ഇന്ന സംഘടന സമരം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ജയിലിലെ തടവ് പുള്ളികൾക്ക് നീതി നടപ്പാക്കി കൊടുത്തതെന്ന് പറയാനുള്ള ആർജവം ഇവിടുത്തെ സർക്കാർ കാണിക്കണം. അത് കാണിക്കുന്നതെന്ന് മാത്രമല്ല, പാവപ്പെട്ടവരായ അധ്യാപകരെയും ആശാ വർക്കർമാരെയും അതുപോലുള്ള തൊഴിലാളികളെല്ലാം പുറകോട്ടടിക്കുകയാണ്. നമ്മൾ ഓർത്ത് നോക്കിയേ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നേഴ്സുമാർക്ക് എത്ര രൂപയാണ് ശമ്പളം? നേഴ്സുമാരുടെ പഠന ഭാരത്തെ കുറിച്ചും അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും എല്ലാം നമുക്കറിയാം. അവരുടെ ഡ്യൂട്ടി ടൈം എത്രയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അവര് സത്യം പറഞ്ഞാൽ നേരാവണ്ണം നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടതാണ്, ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ രാവിലെ 8 തൊട്ട് വൈകിട്ട് 8 വരെയൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി ടൈം. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ ഒറ്റക്കാലിൽ നിൽപ്പാണ്. അവർക്കൊക്കെ എത്രയാണ് ശമ്പളം? വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ്. ഗതികേട് കൊണ്ടാണ് അവരങ്ങനെയുള്ള ജോലികൾക്കൊക്കെ പോകുന്നത്. പക്ഷെ അവിടെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സമൂഹത്തിൽ അക്രമം പടർത്തുന്ന, അക്രമവാസനയുള്ള ഇതുപോലെയുള്ളവർക്ക് സർക്കാർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. സർക്കാരും മന്ത്രിമാരും ഓർക്കുക, താഴെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും ഇതെല്ലാം കാണുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും ജനങ്ങളെയും ഭരണാധികാരികളെയും ഇവിടുത്തെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നിയമവ്യവസ്ഥകളെയും എല്ലാം തീർച്ചയായിട്ടും അവർ കീറി മുറിച്ച് കീൻ ഒബ്സർവേഷൻ നടത്തും. അതിന്റെ പരിണിത ഫലവും അതിന്റെ പ്രത്യാഘാതവും തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ അനുഭവിക്കും. തീർച്ചയായിട്ടും മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ മനുഷ്യ സഹജമാണ് സംഭവിക്കാം. അതിനെ തിരുത്തി മുന്നേറുമ്പോഴാണ് ഭരണാധികാരികൾ നേരായ പാതയിൽ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അവർ തിരുത്താൻ തയ്യാറാകണം. നമ്മളെപ്പോലുള്ള, പ്രത്യേകിച്ച് ഷെക്കീന ടിവിയോട് എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. കാരണം സമൂഹത്തിൽ അധപതിക്കപ്പെട്ടവരുടെ, അവഗണിക്കപ്പെട്ടവരുടെ ശബ്ദമാണ് ഷെക്കീന TV. അധ്യാപകർക്ക് പ്രശ്നമുണ്ടായപ്പോൾ, ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ പ്രശ്നമുണ്ടായപ്പോൾ ഒരു മുഖ്യധാര ചാനലുകളും അനങ്ങിയില്ല. ഞാൻ ഓർക്കുന്ന ഷെക്കീന TV ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അത് 4 ദിവസവും പാവപ്പെട്ട അധ്യാപകർക്കായി മാറ്റിവെച്ചു. അതുപോലെ തന്നെ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഷെക്കീന TV പോലുള്ള സംരംഭങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിലെ ശബ്ദമായി, പ്രതിപക്ഷ സ്വരമായിട്ട് ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളുള്ള നന്ദി ഏറ്റവും ആദ്യമേ ഞാൻ അർപ്പിക്കുകയാണ്. ഇതുപോലുള്ള ചർച്ചകളും ഇതുപോലുള്ള കൂട്ടായ്മകളും ഈ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ ഒരു പാത്രമായി തീരട്ടെ, ഒരു ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് അച്ഛനിലേക്ക് വരികയാണ്. അച്ഛൻ, നമുക്കറിയാം, നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ ജയിൽ പുള്ളികൾക്ക് വേതനം കൊടുക്കുന്ന കാര്യത്തിൽ കേരളത്തെ നമ്പർ 1 ആക്കണം എന്ന വല്ലാത്തൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വർധനവ് സർക്കാർ നടത്തിയിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആശാവർക്കർമാരെ പോലെ, അധ്യാപകരെ പോലെ ഉള്ളവരുടെ ഒരു കണ്ണീരൊപ്പുന്ന കാര്യത്തിൽ കേരളത്തെ നമ്പർ 1 ആക്കണം എന്ന ഒരു ചിന്ത സർക്കാരിന് വരാത്തത്? ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഈ ജയിൽ പുള്ളികളുടെ കാര്യത്തിൽ കാണിക്കുന്ന ആ ഒരു ആവേശത്തിന്റെ ഒരു പകുതിയിലൊന്ന് കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ യുവാക്കളൊക്കെ ഈ വിദേശത്തേക്ക് ഇങ്ങനെ കുടിയേറുമായിരുന്നു, പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശുഷ്കാന്തി പലപ്പോഴും നമ്മുടെ ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല? ഫാദർ സജു. ജോർജ് ചോദിച്ച കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോ സംസാരിച്ച നമ്മുടെ റോസമ്മ ചേച്ചിയെ പോലെയുള്ള ഈ അതിജീവനത്തിന് വേണ്ടി പടപൊരുതുന്ന മനുഷ്യരുടെ മുൻപിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ ചരിത്രത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം ഈ പ്രത്യേകിച്ച് റോസമ്മ ചേച്ചിയുടെ ഒപ്പം ഈ നീതിക്ക് വേണ്ടി പടപൊരുന്ന എല്ലാവരും ഓർമ്മിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും. ഈ ആശാദിനം എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ ദിനം നിങ്ങളുടെ മാത്രമല്ല,
ഈ കേരളത്തിൽ ആശയറ്റുപോയ ലക്ഷോപലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പൊരുതി അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ പ്രത്യാശയുള്ള ഒരു ദിനമാകട്ടെ എന്ന് ആശംസിക്കുകയും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അതിനുള്ള എല്ലാ അനുഗ്രഹവും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോർജ് ചോദിച്ച ഒരു ചോദ്യമാണ്, അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്രയും സമരം ചെയ്ത ആശാ വർക്കർമാരെയും ഈ എത്രയോ കാലമായിട്ട് ഈ ഇവിടുത്തെ മക്കൾക്ക്, കുട്ടികൾക്ക് ഈ അറിവിന്റെ അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുന്ന അധ്യാപകരെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള സഭയിൽ നിന്ന് പോലും, ഇല്ലെങ്കിൽ അത് സഭയുടെ കീഴിലുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിലെ അധ്യാപകരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞെരുങ്ങുന്നത്. അപ്പോ അഭിയന്തി പിതാക്കന്മാരും ആളുകളും ഒക്കെ ഈ കാര്യം സംസാരിച്ചിട്ടും ഈ മനസ്സ് മാറാത്ത സർക്കാർ, നേരത്തെ ബിപിൻ സാറ് സൂചിപ്പിച്ചതുപോലെ, ആരും ഒരു നിവേദനം കൊടുക്കാതെ, ആരും ഒരു സമരം ചെയ്യാതെ, ആരും ആവശ്യപ്പെടാതെ, ആരും പട്ടിണി കിടക്കാതെ, ആരും നിരാഹാരം അനുഷ്ഠിക്കാതെ എന്തുകൊണ്ടാണ് ഈ ജയിലിൽ മാറ്റിയതെന്ന് ഞാനും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കുറെ കാലം മുമ്പ് വായിച്ച ഒരു ചെറിയ ഒരു കഥ ഓർമ്മ വരുമോ? വളരെ കുഞ്ഞൊരു കഥയോ, വളരെ പെട്ടെന്ന് അത് ചിന്തിച്ചാൽ, ഒരു രാജ്യമുണ്ടായിരുന്നു പോലും. ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ആ രാജ്യത്ത് സ്ഥിരം രാജാക്കന്മാരില്ല. ആ രാജ്യത്ത് ഓരോ വർഷവും നറുക്കെടുപ്പിലൂടെയാണ് ഈ രാജാക്കന്മാരെ തെരഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു 365 ദിവസം അദ്ദേഹത്തിന് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത്, ആഡംബര വസതി കൊടുത്ത്, വാഹനങ്ങൾ കൊടുത്ത്, എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കും. അതിനുശേഷം അടുത്ത 365-ാമത്തെ ദിവസം മറ്റൊരു രാജാവിനെ തിരഞ്ഞെടുക്കുന്ന അന്ന് ഈ രാജാവ് രാജകൊട്ടാരത്തിന് ഇറങ്ങണം. കൊട്ടാരത്തിന് മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഒരു ബോട്ടില് അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് ഇയാളെ കൊണ്ടുപോകും. എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് ആർക്കും അറിയില്ല. അത് ഹിംസ്ര ജന്തുക്കൾ നിറഞ്ഞ, വിഷപ്പാമ്പുകൾ നിറഞ്ഞ ജീവികളുള്ള ഒരു വനപ്രദേശത്തേക്കാണ് കൊണ്ടുപോകുക. അവിടെ കൊണ്ടുപോകുമ്പോ അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ പറയുന്ന ജന്തുക്കൾക്കൊക്കെ ഭക്ഷണമായി തീരുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോറി. അവിടെ വിവേകമുള്ള ഒരു രാജാവ് വന്നു പോലും. ആ രാജാവ് വന്നു കഴിഞ്ഞപ്പോ ആ രാജാവ് രാജ്യത്ത് ഈ സ്ഥാനം ഏറ്റെടുത്ത് ഉടനെ ആ നാട്ടിലെ ഏറ്റവും നല്ല വേട്ടക്കാരെ കണ്ടെത്തി. എന്നിട്ട് അവരേക്ക് ഈ ദ്വീപിലേക്ക് വിട്ടു. അവിടെ പോയി അദ്ദേഹം വേട്ടയാടി ഇതെല്ലാം ഭംഗിയുള്ളതാക്കി. ഏറ്റവും നല്ല ഈ നിർമ്മാതാക്കളെ കണ്ടെത്തി, അത് നല്ല എഞ്ചിനീയേഴ്സിനെ, വൈദഗ്ധ്യമുള്ള ആൾക്കാരെ കണ്ടെത്തി. അവരെയൊക്കെ അവിടെ വിട്ട് നല്ല ബിൽഡിങ്ങുകൾ പണിതു. അങ്ങനെ ഒരു 365 ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഭരണകാലം കഴിഞ്ഞപ്പോഴേക്കും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് പോകേണ്ട വനപ്രദേശം മനോഹരമായ ഒരു കൊട്ടാരമാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ട് കഥ ഏതാനും നാളുകൾക്ക് മുമ്പ് വായിച്ചു. നേരത്തെ ബഹുമാനപ്പെട്ട ബിപിൻ മാഷ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോ, ഇവിടുത്തെ ആളുകൾക്കും ഈ ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്നവർക്കും അഴിമതി കാണിച്ചവർക്കും ഒക്കെ ഒരു സുഖവാസ കേന്ദ്രം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയായി തോന്നി എന്നുള്ള ഒരു കാര്യമാണ് സത്യത്തിൽ ആശാ വർക്കർമാരെയും അധ്യാപകരെയും അവഗണിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ എനിക്ക് തോന്നിയ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു 220 ശുപാർശകൾ JB കോശി കമ്മീഷനിലെ നടപ്പാക്കി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തെറ്റിദ്ധരിച്ചോ എന്നറിയില്ല. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഈ ജയിലിൽ നടപ്പാക്കി ഇതുമൊക്കെ ഈ 225 ശുപാർശകളിൽ വരുമോ? JB കോശി കമ്മീഷൻ എന്ന് പറയുന്നത് ജയിലിലെ ആളുകളുടെ പുനരധിവാസത്തിനും അവരുടെ വേതന വർധനവിനും വേണ്ടി വെച്ച ഒരു കമ്മീഷനാണോ എന്ന് ഇനി മുഖ്യമന്ത്രി ആരെയും തെറ്റിദ്ധരിപ്പിച്ചോ എന്നറിയില്ല, മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ചോന്നും അറിയില്ല. അപ്പൊ അത് മാത്രമല്ല, 7 വകുപ്പുകൾ കഠിനമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് JB കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യാനികളുടെ അധസ്ഥിതി മെച്ചപ്പെടുത്തുവാനോ അവരിലെ പിന്നോക്കാവസ്ഥ ലഘൂകരിക്കാനോ യാതൊരു കാര്യവും നടപ്പാക്കിയില്ല എന്ന് ഈ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ആമുഖമായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനിയിപ്പോ ജോർജ് എന്താ സംഭവിക്കാൻ പോകുക അറിയോ? ഈ വക്കീലന്മാർക്കെല്ലാം പണി പോകും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന വേറെ ആര് സമരം നടത്തിയില്ലേലും ബാർ അസോസിയേഷൻ എങ്കിലും ഈ പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമരം നടത്തും. അതായത് ഒരു കോടതിയിലേക്ക് ചെല്ലുമ്പോ കോടതി ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയോ? പ്രതിയുടെ അടുത്ത് ചോദിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിക്കുക. അപ്പൊ എല്ലാ പ്രതിയും വക്കീലന്മാർ പഠിപ്പിക്കുക ഇല്ല എന്ന് പറയാനാ, അത് മാത്രമേ പറയണ്ടുള്ളൂ, ബാക്കിയൊക്കെ വക്കീൽ പറഞ്ഞോളൂ. അപ്പോ ഈ അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ ഫാക്ട് അഡ്മിറ്റ്, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ ഇനി ഒരു പ്രതിയും ചെയ്തിട്ടില്ല എന്ന് പറയില്ല. കാരണം എന്താ? ജയിലിൽ കിട്ടാതെ പോകും. അപ്പോ ജയിലിൽ പോകാതെ ഇരിക്കേണ്ടി വരും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഏറ്റവും വലിയൊരു പ്രത്യേകത സുപ്രീം കോടതി മുതൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ കേസുകളുടെ എണ്ണം കുറയ്ക്കണം, റെഡ്യൂസ് ചെയ്യണം, നേരത്തെ കേസ് തീർത്ത് അവസാനിപ്പിക്കണമെന്ന്. ഇപ്പൊ നമ്മളൊരു കോടതിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 കേസാണെങ്കിൽ വിളിക്കുന്നത് 2019 കേസിൽ നിന്നാണ് തുടങ്ങുക. 25 കേസ് വിളിക്കുന്നതോടെ വരെ നമ്മളവിടെ നിൽക്കേണ്ടി വരും. അപ്പോ ഈ കേസ് ഇങ്ങനെ ജസ്റ്റ് നമ്പർ ഇട്ട് ഇങ്ങനെ വിളിച്ചു പോവുകയാണ്. അപ്പൊ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോ ഈ രീതിയിലുള്ള ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇനി കുറ്റവാളികളാകുന്ന ആരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയില്ല.
വിചാരണ ആവശ്യമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ഫ്യൂ അവേഴ്സ് അവരെ ജയിലിലേക്ക് വിടാം. അവർക്ക് ഏതാണോ കുറ്റം ആ കുറ്റകൃത്യത്തിനനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് കുറ്റപത്രം അനുസരിച്ചുള്ള പണിഷ്മെന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ജയിലിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടെ ഇങ്ങനെ വരുന്നു എന്ന് പറയുക. അപ്പൊ കേരളത്തിലെ കോടതികളാണ് ഇനി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്, ജഡ്ജിമാരാണ് രക്ഷപ്പെടാൻ പോകുന്നത്. പണിയില്ലാതാകാനായിട്ട് പോകുന്നത് ഇവിടുത്തെ ബാർ അസോസിയേഷനിലെ ആളുകൾക്കാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തൊരു ചെറിയ കാര്യം, ഇപ്പൊ ഈ സാമൂഹ്യ ക്ഷേമമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടുത്തെ കുറ്റവാളികളുടെ അതായത് കുറ്റകൃത്യങ്ങളുടെ ഒരു മെയിൻ ഒരു റീസൺ എന്താ? ആ റീസൺ പരിശോധിക്കുമ്പോൾ അത് നമ്മൾ മാത്രമല്ല, എല്ലാ സൈക്കോളജിസ്റ്റുകളും സാമൂഹ്യ നിരീക്ഷകരും എല്ലാവരും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ മയക്കുമരുന്നിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അത് വിദ്യാർത്ഥികൾ സഹിതമുള്ളത്. രണ്ടാമത്തേത് ഇവിടെ വിളമ്പുന്ന മദ്യം എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോ ലോട്ടറി പോലെയുള്ള, അതായത് ഈ അരപ്പട്ടിണിക്കാരനും മുഴുപ്പട്ടിണിക്കാരനും അവന് കിട്ടുന്ന കാശ് മുഴുവനും ചെലവഴിച്ച് ഈ ലോട്ടറി എടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന കാര്യങ്ങളെ ഘട്ടം ഘട്ടമായി ഈ മദ്യശാലകൾ പൂട്ടുമെന്നും മദ്യത്തെ നിയന്ത്രണമെന്നും, നിരോധനമല്ല ഞങ്ങളുടെ ആവശ്യം നിയന്ത്രണമാണെന്നും, അതിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇപ്പോ ഈ ബ്രൂവറിക്ക് വേണ്ടിയിട്ട് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്. അതിപ്പോ കോടതി തൽക്കാലം വിലക്കിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ചെയ്യേണ്ടതിന് പകരം ഇത്തരം കാര്യങ്ങൾ, ഈ വേതന വർധനവ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഏത് കുറ്റവാളിയുടെ മനസ്സാണ് മാറാൻ പോകുന്നത്, മാനസാന്തരമാണ് ഉണ്ടാകാൻ പോകുന്നത്, മാനസാന്തരത്തിന്റെ കണ്ണീരാണ് വീഴാൻ പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. യെസ്, വളരെ വ്യക്തമാണ്. വളരെ വിരോധാഭാസമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്ന, അത് ചിരിക്കണോ കരയണോ എന്ന ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു തീരുമാനം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി കേഴുന്ന, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി കേഴുന്ന അനേകർ കേരളത്തിൽ നിൽക്കുമ്പോഴാണ്, കേരളത്തിൽ ഇങ്ങനെ സമരം ചെയ്യുമ്പോഴാണ്, യാചിക്കുമ്പോഴാണ്, ഭരണകൂടത്തിന് മുമ്പിൽ യാചിക്കുമ്പോഴാണ് ഈ കുറ്റവാളികൾക്ക് അവരുടെ പുനരധിവാസം എന്ന പേരിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വർധനവ് ഈ വേതനത്തിൻ്റെ കാര്യത്തിലൊക്കെ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും സർക്കാർ ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ നടപടികൾ തിരുത്തിയില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ജനരോക്ഷം വരും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്നാണ് പൊതുസമൂഹം പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച അധ്യാപകരുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബിബിൻ, ഒപ്പം തന്നെ ആശാവർക്കറുടെ പ്രതിനിധിയായിട്ടുള്ള റോസ്മേച്ചിയൊക്കെ പറയും. തീർച്ചയായിട്ടും സർക്കാർ ഇത്തരത്തിലുള്ള നടപടികൾ തിരുത്തിയേ മതിയാവൂ. പാവങ്ങളുടെ ഒപ്പം നിൽക്കുക, ജനങ്ങളുടെ നീതിക്കൊപ്പം നിൽക്കുക, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കുക, അങ്ങനെ കേരളത്തെ നമ്പർ 1 ആക്കുക. ഈ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ബിഗ് ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സജു വട്ടുകുളത്തിൽ, ഒപ്പം തന്നെ ശ്രീ ബിബിൻ, ഒപ്പം തന്നെ ശ്രീമതി റോസമ്മ, 3 പേർക്കും നന്ദി.